Hi friends, എൻ്റെ അടുക്കള എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളീയർക്ക് ഏറ്റവും ഇഷ്ടകരമായിട്ടുള്ള രുചിപ്രദമായിട്ടുള്ള ഒരു പുതിയ ഡിഷാണ് കണവ തോരൻ. പ്രത്യേകിച്ച് കേരളീയർക്ക് വളരെയധികം ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെയാണ് കണവ തോരൻ അതിരുചികരമായി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. ചീനിച്ചിട്ട് നമ്മൾ ഇത് അടുപ്പിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം തീ കൊടുക്കുക. നമ്മളിത് കടുവെടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനാവശ്യമായി വേണ്ടുന്ന എണ്ണ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒരു 3 സ്പൂൺ എണ്ണ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. 3-4 സ്പൂൺ ഇതിലേക്ക് ചേർക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് നമുക്ക് ചേർക്കാം. കടുക് പൊട്ടി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു 4 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിടാം. കറിവേപ്പില എണ്ണയിലേക്ക് ഇട്ട് ഇളക്കാം. പച്ചമുളകിൻ്റെ കളർ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയുടെ ചതച്ച് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. ഇതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയുടെ 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ പേസ്റ്റ് ഇഞ്ചിയും കൂടെ നമുക്ക് ചതച്ചെടുത്താൽ മതി. അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കിത് എടുത്താൽ മതി. ഇത് കുറച്ച് അതിൻ്റെ പച്ച മണം മാറി എന്ന് തോന്നുമ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ അടുപ്പിച്ചുള്ള കണവയാണ്. അത് നന്നായി വൃത്തിയാക്കി മുറിച്ചെടുത്ത് ഇവിടെ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതായത് ഈ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് മഞ്ഞയും ഉപ്പും പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര ക്വാണ്ടിറ്റി വേണം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇടുക. ഇത് ഏതാണ്ട് 1/2 കിലോയോളം വരുന്നതാണ്. നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റായി ഇങ്ങനെ വെച്ചേക്കുന്നത്. ഈ പീസുകളിലെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതായിട്ട് മിക്സ് ചെയ്ത് കയറ്റുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി തൊലിച്ച് വൃത്തിയാക്കി 2-3 പീസായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ അതും കൂടി നമുക്കിതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വേവാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നല്ലോണം വേവുള്ള സാധനമായതുകൊണ്ട് കുറച്ച് അടച്ചു വയ്ക്കേണ്ട
വളരെയധികം വേവുള്ള സാധനമാണ് കണവ. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് എടുത്ത് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഏതാണ്ട് 15-20 മിനിറ്റോളം നമുക്കിത് വേവിക്കേണ്ടതുണ്ട്. നല്ല വേവുള്ള സാധനമാണ്. 15-20 മിനിറ്റോളം അടച്ചു വെച്ച് നമുക്കിതിനെ വേവിക്കേണ്ടതുണ്ട്. ഈ സമയം നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കി അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കിപ്പോൾ ഒരു തേങ്ങ ചിരണ്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതില്ല. നമ്മൾ കഷ്ണത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തേങ്ങയിൽ അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. ജീരകം പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നേരത്തെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് ഇനി വെളുത്തുള്ളി ഇടേണ്ട ആവശ്യമില്ല. ഈ കൂട്ട് തയ്യാറാക്കുന്നത് നമ്മൾ തോരൻ അരയ്ക്കുന്ന ആ ഒരു ചെറുതായിട്ട് ചതച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ലതായിട്ട് അരയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ചതച്ചെടുക്കാം. കുറച്ച് കരിവേപ്പിലയും ഇട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വെറുതെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇത് നല്ല വെള്ളം കിടപ്പുണ്ട്. കണവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വേവിക്കുന്തോറും വെള്ളം ഊറി കയറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് വറ്റാൻ നമുക്ക് കുറച്ച് സമയം എടുക്കേണ്ടതുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതാ നമ്മളിപ്പോൾ വെള്ളം വറ്റിയിരിക്കുന്നു. ഏതാണ്ട് തോരത്തിനുള്ള പരുവത്തിന് തോരത്തിനുള്ള രീതിയിൽ ഇവിടെ വെള്ളം വറ്റിയിരിക്കുന്നത്. നമുക്കിതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കുള്ള കൂട്ടിട്ട് കൊടുക്കുകയാണ്. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. രണ്ടും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ട് നന്നായിട്ടൊന്ന് വേവേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കണവയുടെ പീസെല്ലാം വെന്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൂട്ടൊന്ന് ജസ്റ്റ് വേവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കണവത്തോരൻ റെഡിയാവും. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മളിവിടെ 1/2 കിലോ കണവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും മുളക് പൊടിയൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് ഒത്തവണ്ണം ഉപ്പ് എടുക്കുക. അതിനനുസൃതമായിട്ടുള്ള മുളക് പൊടി എടുക്കുക. അതിനാവശ്യമായിട്ടുള്ള മുളകും ഉപ്പും ചേർക്കുക. ഇത് നമ്മളിവിടെ 1/2 കിലോ എടുത്തിട്ടുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ചേരുവകൾ ചേർക്കുക. ഫൈനലി നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണവത്തോരൻ വളരെ സ്വാദുള്ള രുചികരമായിട്ടുള്ള കേരളീയർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഡിഷാണ് നമ്മളിന്ന് റെഡിയാക്കിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് സെർവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് മാറ്റാം.
നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വിഭവങ്ങൾ നോട്ടിഫിക്കേഷനായി വരണമെങ്കിൽ നിങ്ങൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ.